നമ്മെ സൂക്ഷിക്കുന്നതിനെപ്പറ്റി യൂദായുടെ ലേഖനം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. നോക്കൂ, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ഇംഗ്ലീഷ് ആംപ്ലിഫൈഡ് വേർഷൻ എടുത്തപ്പോൾ 5 വാക്കുകളാണ് അവിടെ കണ്ടത്. ദോസ് ഹു ആർ കോൾഡ്, വിളിക്കപ്പെട്ടവർ. ദോസ് ഹു ആർ ചോസൺ, തിരഞ്ഞെടുക്കപ്പെട്ടവർ. Those who are dearly loved by God with the Father. Dearly loved എന്ന് പറഞ്ഞാൽ ആഴമായി ദൈവസ്നേഹത്തിൻ്റെ അവകാശികളായവർ. Dearly loved by the Father. God the Father. 4, separated അഥവാ set apart. 5, kept for Jesus. ഇങ്ങനെ 5 പദങ്ങൾ നമ്മെപ്പറ്റി യൂദാ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. എത്ര വിശേഷപ്പെട്ട വിഭാഗമാണ് ദൈവസഭ. കല്ലേറുകൊണ്ടും അപമാനമേറ്റും മരണം വരിച്ചും ക്രൂശ് ചുമന്നും ഒറ്റപ്പെട്ടും അവഗണിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും കഷ്ടനഷ്ടങ്ങൾ സഹിച്ചു ഈ ലോകത്തിൽ ദൈവസഭ ജീവിക്കുന്നു. കൊറിയയുടെ ചില പ്രദേശങ്ങളിലും ആഫ്രിക്കയുടെ ചില പ്രദേശങ്ങളിലും ദൈവസഭ അത്യന്തം പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വിഷമിക്കരുത്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സ് തളരരുത്. ദൈവമക്കൾ കഷ്ടപ്പെടുന്ന വാർത്തകൾ ധാരാളം എനിക്ക് ലഭിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി തന്നെ വേർതിരിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പീഡനം അനുഭവിക്കുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംഘം ഉണ്ട്. അവരോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എങ്കിലും നമ്മൾ ആരാണ് എന്ന കാര്യം മറക്കണ്ട. നാം വിളിക്കപ്പെട്ടവരാണ്, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നാം പിതാവായ ദൈവത്തിൻ്റെ അത്യന്തമായ സ്നേഹത്തിന് പാത്രീഭൂതരായവരാണ്, നാം പ്രത്യേകമായിട്ട് സെറ്റപ്പാട്ട് ചെയ്തവരാണ്, വേർതിരിക്കപ്പെട്ടവരാണ്, നമ്മൾ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവരാണ്. എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് തൻ്റെ മകന് വേണ്ടി ഒരു സാധു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു എന്നിരിക്കട്ടെ. രാജാവിന് പണമുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. നമ്മുടെ അല്പന്മാരല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരല്പം സമ്പത്ത് വന്നാൽ പിന്നെ അത് അതേപോലെയോ അതിൽ കൂടുതലോ സമ്പത്തുള്ളിടത്തുനിന്നേ നമ്മൾ വിവാഹം കഴിക്കുന്നു. അതിന്റെ ദുരന്തങ്ങൾ പിന്നീട് അനുഭവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക. നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ നീ സ്റ്റാൻഡേർഡ് നോക്കി വിവാഹം കഴിക്കുക, സമ്പത്ത് നോക്കും, അത് വേറെ വിഷയം. പിതാവായ ദൈവം എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഏറ്റവും ബലഹീനരും അയോഗ്യരുമായ മണവാട്ടിയെ തന്റെ പുത്രന് വേണ്ടി കണ്ടിട്ട് ഇവ 2000 കൊല്ലമായി അല്ലേ? ലോകസ്ഥാപനത്തിന് മുമ്പേ അമ്മ കണ്ടതാണ്. തികവെങ്കിൽ അതൊക്കെ സംഭവിക്കും. കർത്താവ് മടങ്ങി വരുമ്പോഴേ വിവാഹം നടക്കത്തുള്ളൂ. ആ വിവാഹം എന്നതൊരു ആത്മീയ വിഷയമാണ്. അപ്പം അതുവരെ ഈ രാജാവിൻ്റെ സമ്പൂർണ്ണ പരിപാലനത്തിലാണ് ഈ മണവാട്ടി. അല്ലെങ്കിൽ എങ്ങനെ നടക്കും? മണവാട്ടി ചിത്തയായി പോവുകയില്ലേ? ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. എന്തൊക്കെ വിഷമങ്ങളും കഷ്ടങ്ങളും ദൈവസഭയിലെ അംഗങ്ങൾക്ക് വരുന്നത് കണ്ടാലും പതറരുത്. നാം യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവർ അത്രേ. ആമേൻ.